Hello guys, welcome back to the video. ഇന്നത്തെ നമ്മുടെ വീഡിയോ എന്ന് പറയുന്നത് അണ്ടർ 20,000 റുപ്പീസിൽ വാങ്ങാവുന്ന 5 ബെസ്റ്റ് സ്മാർട്ട് ഫോൺസ് ആണ്. അപ്പോൾ ഒരുപാട് പേര് നോക്കുന്ന ഒരു ബഡ്ജറ്റ് റേഞ്ച് ആണ് ഈ ഒരു 20,000 റുപ്പീസ്. വീഡിയോയിലേക്ക് പോകുന്നതിന് മുമ്പ് ഇതുപോലത്തെ വീഡിയോസ് ആയിട്ട് ചാനൽ മറക്കാതെ സബ്സ്ക്രൈബ് ചെയ്ത് വെക്കുക, പിന്നെ ലൈക്കും കൂടെ അടിച്ച് വെച്ചേക്കുക. അപ്പോൾ സമയങ്ങളായ നമുക്ക് നേരെ വീഡിയോയിലോട്ട്. നമ്മുടെ ലിസ്റ്റിലെ അഞ്ചാമത്തെ സ്മാർട്ട് ഫോൺ എന്ന് പറയുന്നത് ഇപ്പോൾ ഇറങ്ങിയ നമ്മുടെ സാംസങ്ങിൻ്റെതാണ്, സാംസങ് ഗാലക്സി M35. അപ്പോൾ സാംസങ് ഫാൻസ് ഒക്കെ ഉണ്ടെങ്കിൽ 20,000 റുപ്പീസ് കൺസിഡർ ചെയ്യാവുന്ന ഒരു ബെസ്റ്റ് സാംസങ്ങിൻ്റെ സ്മാർട്ട് ഫോണാണ് നമ്മുടെ ഈ ഒരു M35. അപ്പോൾ നമുക്ക് പെട്ടെന്ന് തന്നെ ഇതിൻ്റെ സ്പെസിഫിക്കേഷൻസിലേക്ക് പോകാം. ഡിസ്പ്ലേയിലേക്ക് വരുമ്പോൾ 6.6 ഇഞ്ചസിൻ്റെ ഫുൾ HD പ്ലസ് സൂപ്പർ ആമലഡ് ഡിസ്പ്ലേ ആണ് വരുന്നത്. 120 ഹെഡ്സിൻ്റെ റിഫ്രഷ് റേറ്റ് സാംസങ് കൊടുത്തിട്ടുണ്ട്. ഈ ഒരു M34 യു നോച്ചിലാണ് വരുന്നതെങ്കിൽ നമ്മുടെ ഈ ഒരു M35 വരുന്നത് പഞ്ച് ഹോളിലാണ്. നമ്മുടെ ആ ഈ ഒരു യു നോച്ച് ഇല്ലാത്ത ഒരു ഡിസ്പ്ലേ കിട്ടുന്നുണ്ട്. എന്തായാലും 120 ഹെഡ്സ് കിട്ടുന്നുണ്ട്. പിന്നെ 1000 ഹെഡ്സിൻ്റെ ബ്രൈറ്റ്നസ് ആണ് വരുന്നത്. ഇനി പെർഫോമൻസിലേക്ക് വരുമ്പോൾ ഈ ഒരു സ്മാർട്ട് ഫോണിൽ കൊടുത്തിരിക്കുന്ന പ്രോസസ്സർ എന്ന് പറയുന്നത് നമ്മുടെ സാംസങ്ങിന്റെ Exynos 1380 എന്ന് പറയുന്ന പ്രോസസ്സറാണ്. ഒരു ഡീസന്റ് പെർഫോമൻസ് നിങ്ങൾക്ക് ഈ ഒരു പ്രൈസ് റേഞ്ചിൽ ഈ ഒരു സ്മാർട്ട് ഫോൺ തരും. ഈ ഒരു സ്മാർട്ട് ഫോണിന്റെ ക്യാമറയിലേക്ക് വരുമ്പോൾ 50 മെഗാ പിക്സലിന്റെ OIS സപ്പോർട്ടുള്ള മെയിൻ ക്യാമറയാണ് കൊടുത്തിരിക്കുന്നത്. പിന്നെ 8 മെഗാ പിക്സൽ പ്ലസ് 2 മെഗാ പിക്സൽ എന്നുള്ള രീതിയിലാണ് ബാക്കി അറേഞ്ച്മെന്റ്സ്. 13 മെഗാ പിക്സലിന്റെ സെൽഫി ക്യാമറയാണ്. ഇവിടെ നിങ്ങൾക്ക് 4K വീഡിയോസ് 30 FPS വരെ ഷൂട്ട് ചെയ്യാൻ പറ്റും. സോ ഒരു ബെസ്റ്റ് വീഡിയോ ക്വാളിറ്റിയും ഈ ഒരു പ്രൈസ് റേഞ്ചിൽ കിട്ടും. സോ ഒരുപാട് സ്മാർട്ട് ഫോൺസിൽ 4K കിട്ടുന്നുണ്ട്. ഇനി നമ്മൾ അങ്ങോട്ട് പറയാൻ പോകുന്ന സ്മാർട്ട് ഫോൺസിലും 4K കിട്ടുന്നുണ്ട്. ഫ്രണ്ട് ക്യാമറയിൽ നിന്നും ബാക്ക് ക്യാമറയിൽ നിന്നും ഈ ഒരു സ്മാർട്ട് ഫോണിൽ 4K വീഡിയോസ് ഷൂട്ട് ചെയ്യാൻ പറ്റും. സോ അത് കൊള്ളാം. ഇപ്പോൾ സാധാരണ നമ്മൾ ഈ ഒരു ബെസ്റ്റ് ക്യാമറ സ്മാർട്ട് ഫോണൊക്കെ ഏതാണെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ നമ്മൾ പറയും സാംസങ്ങിൻ്റെ ഫോൺസ് ഒക്കെ എടുക്കാൻ പറയും. ഇനി ബാറ്ററിയിലേക്ക് വരുമ്പോൾ 6000 mAh ബാറ്ററിയാണ് വരുന്നത്. 25 വാട്ട്സിൻ്റെ ഫാസ്റ്റ് ചാർജിങ് ആണ്. 25 വാട്ട്സേ കിട്ടുള്ളൂ. ഓക്കെ, ഔട്ട് ഓഫ് ദ ബോക്സ് നമ്മുടെ Android 14 വരുന്നത്. സൈഡ് മൗണ്ടഡ് ഫിംഗർ പ്രിന്റ് സ്കാനറാണ് ഇവിടെ കിട്ടുന്നത്. പിന്നെ NFC-യുടെ സപ്പോർട്ടൊക്കെ ഉണ്ട്, അതായത് മറ്റേ ടാപ്പ് ആൻഡ് പേ പരിപാടി. സ്റ്റീരിയോ സ്പീക്കേഴ്സ് ഒക്കെയാണ് വരുന്നത്. LPDDR4X UFS 2.2 ആണ് വരുന്നത്. ഇനി ഈ ഒരു സ്മാർട്ട് ഫോണിന്റെ പ്രൈസിംഗിലേക്ക് വരുമ്പോൾ ഇതിന്റെ 6+128GB റോം വേരിയന്റ് 19,999 റുപ്പീസ് ആണ്. യെസ്, അതായത് 19,999 രൂപ ഈ ഒരു സ്മാർട്ട് ഫോൺ വാങ്ങാവുന്നതാണ്. അപ്പം സാംസങ്ങിന്റെ ഫാൻസ് ഒക്കെ ഉണ്ടെങ്കിൽ അവർക്ക് ഈ ഒരു സ്മാർട്ട് ഫോൺ നോക്കാവുന്നതാണ്. അപ്പോൾ നമുക്ക് അടുത്ത സ്മാർട്ട് ഫോണിലേക്ക് പോകാം. നമ്മുടെ ലിസ്റ്റിലെ 4ാമത്തെ സ്മാർട്ട് ഫോൺ എന്ന് പറയുന്നത് റിയൽമിയുടേതാണ്, റിയൽമി P1 Pro. പിന്നെ 15,000 രൂപയ്ക്കാണ് നിങ്ങൾ നോക്കുന്നതെങ്കിൽ നമ്മുടെ റിയൽമിയുടെ P1ഉം നോക്കാവുന്നതാണ്. അതൊരു നല്ല ചോയ്സ് ആണ്. അപ്പോൾ നമുക്ക് റിയൽമി P1 Proൻ്റെ സ്പെസിഫിക്കേഷൻസിലേക്ക് പോകാം. ഡിസ്പ്ലേയിലേക്ക് വരുമ്പോൾ 6.7 ഇഞ്ചസിന്റെ ഫുൾ HD പ്ലസ് സൂപ്പർ ആമലഡ് കർവ്ഡ് ഡിസ്പ്ലേ ആണ് വരുന്നത്. 120 ഹെഡ്സിന്റെ റിഫ്രഷ് റേറ്റ് ആണ്. 915 നിറ്റ്സിന്റെ ലോക്കൽ പീക്ക് ബ്രൈറ്റ്നസ് ആണ് വരുന്നത്. HDR10+ ഒക്കെ സപ്പോർട്ട് ഉണ്ട്. ഇനി പെർഫോമൻസിലേക്ക് വരുമ്പോൾ ഈ ഒരു സ്മാർട്ട് ഫോണിൽ കൊടുത്തിരിക്കുന്ന പ്രോസസർ എന്ന് പറയുന്നത് നമ്മുടെ സ്നാപ്ഡ്രാഗന്റെ 6 Gen 1 ആണ്. സോ അത്യാവശ്യം ഒരു നല്ല പെർഫോമൻസ് നിങ്ങൾക്ക് ഈ ഒരു സ്മാർട്ട് ഫോണിൽ കിട്ടും. ഈ ക്യാമറയിലേക്ക് വരുമ്പോൾ 50 മെഗാ പിക്സലിന്റെ OIS സപ്പോർട്ടുള്ള മെയിൻ ക്യാമറയാണ് കൊടുത്തിരിക്കുന്നത്. പിന്നെ 8 മെഗാ പിക്സലിന്റെ ഒരു അൾട്രാ വൈഡും കൊടുത്തിട്ടുണ്ട്. 16 മെഗാ പിക്സലിന്റെ സെൽഫി ക്യാമറയാണ് വരുന്നത്. ഇവിടെ നിങ്ങൾക്ക് 4K വീഡിയോസ് 30 FPS വരെ ഷൂട്ട് ചെയ്യാൻ പറ്റും. യെസ്, നേരത്തെ പറഞ്ഞ സാംസങ്ങിലും ഈ 4K വീഡിയോസ് 30 FPS, അത് ഈ ഒരു ബഡ്ജറ്റ് റേഞ്ചിലെ എല്ലാ സ്മാർട്ട് ഫോൺസും ഏകദേശം 4K വീഡിയോസ് 30 FPS വരുന്നത്. അപ്പോൾ ഒരു ബെസ്റ്റ് വീഡിയോ ക്വാളിറ്റിയും നിങ്ങൾക്ക് ഈ സ്മാർട്ട് ഫോണിൽ കിട്ടും. ഇനി ബാറ്ററിയിലേക്ക് വരുമ്പോൾ 5000 mAh ബാറ്ററിയാണ് വരുന്നത്. 45 വാട്ട്സിന്റെ സൂപ്പർ വൂക്ക് ചാർജിങ് ആണ്. ഔട്ട് ഓഫ് ദ ബോക്സ് Android 14 വരുന്നത്. IP65 ആണ്. പിന്നെ മറ്റേ റെയിൻ വാട്ടർ സ്മാർട്ട് ടച്ച് ടെക്നോളജി ഉണ്ട്, മറ്റേ നനഞ്ഞ കൈ കൊണ്ട് ചെയ്യുമ്പോൾ ഡിസ്പ്ലേ വർക്ക് ആവുന്ന പരിപാടി അത്. പിന്നെ ഡിസ്പ്ലേ ഫിംഗർ പ്രിന്റ് സ്കാനറാണ് വരുന്നത്. ഈ ഒരു സ്മാർട്ട് ഫോണിന്റെ പ്രൈസിംഗിലേക്ക് വരുമ്പോൾ 8+128GB റോം വേരിയന്റ് 17,699 റുപ്പീസ് ആണ്. അപ്പോൾ അത്യാവശ്യം ഒരു നല്ല ഡിസ്പ്ലേ, കുഴപ്പമില്ലാത്തൊരു പെർഫോമൻസ്, ഒരു നല്ല ക്യാമറ ക്വാളിറ്റി, അത്യാവശ്യം കുഴപ്പമില്ലാത്തൊരു ബാറ്ററി വെച്ച് വരുന്ന ഒരു സ്മാർട്ട് ഫോണാണ്. നമ്മുടെ റിയൽമി P1ഉം നോക്കാവുന്ന ഒരു സ്മാർട്ട് ഫോണാണ്. നമ്മുടെ ലിസ്റ്റിലെ 3ാമത്തെ സ്മാർട്ട് ഫോൺ എന്ന് പറയുന്നത് iQൻ്റെതാണ്. iQ Z9 അല്ലെങ്കിൽ വിവോയുടെ T3. രണ്ടിലും ഏകദേശം സെയിം സ്പെസിഫിക്കേഷൻസ് ആണ് വരുന്നത്. നമുക്ക് ഈ ഒരു iQ Z9ന്റെ സ്പെസിഫിക്കേഷൻസിലേക്ക് പോകാം. ഡിസ്പ്ലേയിലേക്ക് വരുമ്പോൾ 6.78 ഇഞ്ചസിന്റെ ഫുൾ HD പ്ലസ് ആമലഡ് ഡിസ്പ്ലേ ആണ് വരുന്നത്. 120 ഹെഡ്സിന്റെ റിഫ്രഷ് റേറ്റ് ആണ്. 1800 നിറ്റ്സിന്റെ ലോക്കൽ പീക്ക് ബ്രൈറ്റ്നസ് ആണ് വരുന്നത്. ഇനി പ്രോസസ്സറിലേക്ക് വരുമ്പോൾ ഇവിടെ കൊടുത്തിരിക്കുന്ന MediaTekന്റെ Dimensity 7200 എന്ന് പറയുന്ന പ്രോസസ്സറാണ്. അത്യാവശ്യം ഒരു നല്ല പെർഫോമൻസ് നിങ്ങൾക്ക് ഈ ഒരു സ്മാർട്ട് ഫോണിലും കിട്ടും. ഇനി ക്യാമറയിലേക്ക് വരുമ്പോൾ 64 മെഗാ പിക്സലിന്റെ OIS സപ്പോർട്ടുള്ള മെയിൻ ക്യാമറയാണ് കൊടുത്തിരിക്കുന്നത്. OISന്റെ സപ്പോർട്ടൊക്കെ കൊടുത്തിട്ടുണ്ട്, അതായത് കൈ ഷേക്ക് ആകുമ്പോഴും ഫോട്ടോ സ്റ്റഡി ആയിട്ട് കിട്ടുന്ന പരിപാടി. പിന്നെ 2 മെഗാ പിക്സലിന്റെ ഒരു ക്യാമറയും കൊടുത്തിട്ടുണ്ട്. 16 മെഗാ പിക്സലിന്റെ സെൽഫി ക്യാമറയാണ് വരുന്നത്. ഇവിടെ നിങ്ങൾക്ക് 4K വീഡിയോസ് 30 FPS വരെ ഷൂട്ട് ചെയ്യാൻ പറ്റും. സോ ഒരു ബെസ്റ്റ് വീഡിയോ ക്വാളിറ്റി നിങ്ങൾക്ക് ഈ ഒരു സ്മാർട്ട് ഫോണിൽ കിട്ടും. പിന്നെ IP54 വരുന്നത്. ബാറ്ററിയിലേക്ക് വരുമ്പോൾ 5000 mAh ബാറ്ററിയാണ് വരുന്നത്. 44 വാട്ട്സിന്റെ ഫാസ്റ്റ് ചാർജിങ് ആണ്. പിന്നെ ഇൻ ഡിസ്പ്ലേ ഫിംഗർ പ്രിന്റ് സ്കാനർ. ഔട്ട് ഓഫ് ദ ബോക്സ് Android 14 വരുന്നത്. ഡ്യുവൽ സ്റ്റീരിയോ സ്പീക്കേഴ്സ്. ഇനി ഈ ഒരു സ്മാർട്ട് ഫോണിന്റെ പ്രൈസിംഗിലേക്ക് വരുമ്പോൾ 8+128GB റോം വേരിയന്റ് 19,999 റുപ്പീസ് ആണ്. അപ്പോൾ ഒരു 20,000 റുപ്പീസിന് ഈ ഒരു സ്മാർട്ട് ഫോണും നോക്കാവുന്നതാണ്. അപ്പോൾ നമ്മുടെ ലിസ്റ്റിലെ 2ാമത്തെ സ്മാർട്ട് ഫോൺ എന്ന് പറയുന്നത് ഇപ്പോൾ റീസെന്റ് ഇറങ്ങിയ നമ്മുടെ iQൻ്റെതാണ്. iQ Z9S. ഈ ഒരു പ്രൈസ് റേഞ്ചിൽ ഒരു ബെസ്റ്റ് ഓൾറൗണ്ടർ സ്മാർട്ട് ഫോണാണ്. 20K ബഡ്ജറ്റ് റേഞ്ചിൽ ഉറപ്പായിട്ടും കൺസിഡർ ചെയ്യാവുന്ന ഒരു ഓൾറൗണ്ടർ സ്മാർട്ട് ഫോണാണ്. അപ്പോൾ നിങ്ങൾ ഒരു ബെസ്റ്റ് ക്യാമറ ക്വാളിറ്റിയും അത്യാവശ്യം ഒരു നല്ല പെർഫോമൻസും
കുഴപ്പമില്ലാത്തൊരു ഡീസൻറ്റ് ഡിസ്പ്ലേയും ഒക്കെ നോക്കുകയാണെങ്കിൽ നിങ്ങൾക്ക് ഈ ഒരു സ്മാർട്ട് ഫോൺ പരിഗണിക്കാവുന്നതാണ്. അപ്പോൾ പെട്ടെന്ന് തന്നെ നമുക്ക് ഇതിൻ്റെ സ്പെസിഫിക്കേഷൻസിലേക്ക് പോകാം. ഡിസ്പ്ലേയിലേക്ക് വരുമ്പോൾ 6.67 ഇഞ്ചസിൻ്റെ ഫുൾ HD പ്ലസ് 3D കർവ്ഡ് AMOLED ഡിസ്പ്ലേ ആണ് വരുന്നത്. സോ കർവ്ഡ് ഡിസ്പ്ലേ ഒക്കെ ഇഷ്ടമുള്ളവരാണ് നിങ്ങളെങ്കിൽ നിങ്ങൾക്ക് ഈ സ്മാർട്ട് ഫോൺ ചിലപ്പോൾ ഇഷ്ടപ്പെടും, ചിലപ്പോഴല്ലേ ഇഷ്ടപ്പെടും. നേരത്തെ പറഞ്ഞ P1 Proയിലും കർവ്ഡ് ഡിസ്പ്ലേ ആണ് വരുന്നത്. പിന്നെ 120 Hzന്റെ റിഫ്രഷ് റേറ്റ് ആണ്, 1800 nitsന്റെ പീക്ക് ബ്രൈറ്റ്നസ് ആണ് വരുന്നത്. ഇവിടെ കൊടുത്തിരിക്കുന്ന പ്രോസസർ എന്ന് പറയുന്നത് നമ്മുടെ മീഡിയാടെക്കിന്റെ Dimensity 7300 ആണ്. സോ അത്യാവശ്യം ഒരു നല്ല പെർഫോമൻസും നിങ്ങൾക്ക് ഈ ഒരു സ്മാർട്ട് ഫോണിൽ കിട്ടും. കുഴപ്പമില്ലാത്തൊരു ഗെയിമിങ്ങും ഒക്കെ കളിക്കാനൊക്കെ പറ്റും. പിന്നെ ഈ ഒരു സ്മാർട്ട് ഫോണിലെ ക്യാമറയും അത്യാവശ്യം കിടിലമാണ്. ക്യാമറയിലേക്ക് വരുമ്പോൾ 50 മെഗാപിക്സലിന്റെ OIS സപ്പോർട്ടുള്ള മെയിൻ ക്യാമറയാണ് കൊടുത്തിരിക്കുന്നത്. 2 മെഗാപിക്സലിന്റെ ഒരു ക്യാമറയും വന്നിട്ടുണ്ട്. 16 മെഗാപിക്സലിന്റെ സെൽഫി ക്യാമറയാണ്. ഇവിടെയും നിങ്ങൾക്ക് 4K വീഡിയോസ് 30 FPS വരെ ഷൂട്ട് ചെയ്യാൻ പറ്റും. ആ ഒരു നല്ല വീഡിയോ ക്വാളിറ്റി നിങ്ങൾക്ക് ഈ സ്മാർട്ട് ഫോണിലും കിട്ടും. അത്യാവശ്യം ഒരു നല്ല ക്യാമറയൊക്കെ തപ്പി അടക്കുകയാണെങ്കിൽ ഈ ഒരു സ്മാർട്ട് ഫോൺ നോക്കാവുന്നതാണ്. ബാറ്ററിയിലേക്ക് വരുമ്പോൾ 5500 mAhന്റെ ബാറ്ററിയാണ്. 44 വാട്ട്സിന്റെ ഫാസ്റ്റ് ചാർജിംഗ് ആണ്. ഔട്ട് ഓഫ് ദ ബോക്സ് 114 വരുന്നത്. ഇൻ ഡിസ്പ്ലേ ഫിംഗർ പ്രിന്റ് സ്കാനർ ആണ് വരുന്നത്. ഈ ഒരു സ്മാർട്ട് ഫോണിന്റെ പ്രൈസിംഗിലേക്ക് വരുമ്പോൾ 8+ 128GB ROM വേരിയന്റ് 19,999 rupees ആണ്. അപ്പോൾ ഈ 20K ബഡ്ജറ്റ് റേഞ്ചിൽ ഒരു നല്ല ഓൾറൗണ്ടർ സ്മാർട്ട് ഫോൺ ഒക്കെ നോക്കുകയാണെങ്കിൽ ഈ ഒരു സ്മാർട്ട് ഫോൺ പരിഗണിക്കാവുന്നതാണ്. അപ്പോൾ നമ്മുടെ ലിസ്റ്റിലെ അവസാനത്തെ സ്മാർട്ട് ഫോൺ ഒരു ബെസ്റ്റ് ഓൾറൗണ്ടർ സ്മാർട്ട് ഫോൺ ആണ് നമ്മുടെ മോട്ടോയുടെ H50 ഫ്യൂഷൻ. നമ്മൾ നേരത്തെ പറഞ്ഞ IQ Z9Sഉം അത്യാവശ്യം ഒരു നല്ല ഓൾറൗണ്ടർ സ്മാർട്ട് ഫോൺ ആണ്. അപ്പോൾ പെട്ടെന്ന് തന്നെ നമുക്ക് ഇതിന്റെ സ്പെസിഫിക്കേഷൻസിലേക്ക് പോകാം. ഒരു വീഗൻ ലെതർ ഫിനിഷിലേക്കാണ് വരുന്നത്. ഓക്കെ, ഡിസ്പ്ലേയിലേക്ക് വരുമ്പോൾ 6.7 ഇഞ്ചസിന്റെ ഫുൾ HD പ്ലസ് POLED ഡിസ്പ്ലേ ആണ് വരുന്നത്. 144 ഹെർട്സിന്റെ റിഫ്രഷ് റേറ്റ് ഇവിടെ നിങ്ങൾക്ക് കിട്ടുന്നുണ്ട്. 120 ഹെർട്സ് അല്ല, 144 ഹെർട്സ് ആണ്. നമ്മൾ വലിയ വ്യത്യാസമൊന്നും പറയാനില്ല. 1600 നിറ്റ്സിന്റെ ബ്രൈറ്റ്നസ് ആണ് വരുന്നത്. ഇവിടെ കൊടുത്തിരിക്കുന്ന പ്രോസസർ എന്ന് പറയുന്നത് നമ്മുടെ സ്നാപ്ഡ്രാഗന്റെ 7S Gen 2 ആണ്. അപ്പോൾ അത്യാവശ്യം ഒരു നല്ല പെർഫോമൻസ് ഈ ഒരു സ്മാർട്ട് ഫോണിൽ കിട്ടും, അത്യാവശ്യം ഗെയിം കളിക്കാനും. ഇനി ക്യാമറയിലേക്ക് വരുമ്പോൾ 50 മെഗാപിക്സലിന്റെ OIS സപ്പോർട്ടുള്ള മെയിൻ ക്യാമറയാണ് കൊടുത്തിരിക്കുന്നത്. 13 മെഗാപിക്സലിന്റെ ഒരു വൈഡ് ആംഗിൾ ക്യാമറയും 32 മെഗാപിക്സലിന്റെ സെൽഫി ക്യാമറയാണ് വരുന്നത്. ഇവിടെയും നിങ്ങൾക്ക് 4K വീഡിയോസ് 30 FPS വരെ ഷൂട്ട് ചെയ്യാൻ പറ്റും, ഫ്രണ്ട് ക്യാമറയെന്നും ബാക്ക് ക്യാമറയെന്നും. നമ്മുടെ IQ Z9Sഉം ഒരു നല്ല ക്യാമറ ക്വാളിറ്റി ഒക്കെ വെച്ച് വരുന്ന ഒരു സ്മാർട്ട് ഫോണാണ്. ഇനി ബാറ്ററിയിലേക്ക് വരുമ്പോൾ 5000 mAhന്റെ ബാറ്ററിയാണ് വരുന്നത്. 68 വാട്ട്സിന്റെ ടർബോ ചാർജിംഗ് ആണ്. ഔട്ട് ഓഫ് ദ ബോക്സ് 114 വരുന്നത്. 3 വർഷത്തെ OS അപ്ഡേറ്റും 4 വർഷത്തെ സെക്യൂരിറ്റി പാച്ച് അപ്ഡേറ്റും വരുന്നുണ്ട്. IP68 വരുന്നത്, ഫുൾ പ്രൊട്ടക്ഷൻ. പിന്നെ ഒപ്റ്റിക്കൽ ഓൺ ഡിസ്പ്ലേ ഫിംഗർ പ്രിന്റ് സ്കാനറാണ് വരുന്നത്. ഡ്യുവൽ സ്റ്റീരിയോ സ്പീക്കേഴ്സ് ബൈ നമ്മുടെ ഡോൾബി അറ്റ്മോസ്. ഈ ഒരു സ്മാർട്ട് ഫോണിന്റെ പ്രൈസിംഗിലേക്ക് വരുമ്പോൾ 8+ 128GB ROM വേരിയന്റ് 23,985 rupees ആണ്. അപ്പോൾ ഒരു 24,000 rupeesന് പരിഗണിക്കാവുന്ന ഒരു സ്മാർട്ട് ഫോണാണ്. 20K ബഡ്ജറ്റ് റേഞ്ച് അല്പം ഒന്ന് കൂട്ടാൻ പറ്റുമെങ്കിൽ നമ്മുടെ ഈ ഒരു മോട്ടോ H50 ഫ്യൂഷൻ നോക്കുന്നത് ഒരു നല്ല ചോയ്സ് ആയിരിക്കും. പിന്നെ നമ്മുടെ റീസെന്റ് ഇറങ്ങിയ IQന്റെ Z9S Proയും ഒരു നല്ല ചോയ്സാണ്. 6.77 ഇഞ്ചസിന്റെ AMOLED ഡിസ്പ്ലേ, സ്നാപ്ഡ്രാഗന്റെ 7S Gen 3 പ്രോസസറാണ് വരുന്നത്. അപ്പോൾ ഒരു നല്ല പെർഫോമൻസും ഈ ഒരു സ്മാർട്ട് ഫോണിൽ കിട്ടും. പിന്നെ 50 മെഗാപിക്സലിന്റെ OIS സപ്പോർട്ടുള്ള ക്യാമറയാണ് വരുന്നത്. 5500 mAhന്റെ ബാറ്ററിയും 80 വാട്ട്സിന്റെ ഫാസ്റ്റ് ചാർജിങ്ങും ഒക്കെ വരുന്നുണ്ട്. 14 വരുന്നത്. ഈ ഒരു സ്മാർട്ട് ഫോണിന്റെ പ്രൈസ് എന്ന് പറയുന്നത് 8+ 128GB ROM വേരിയന്റ് 24,999 rupees ആണ്. അപ്പോൾ 25,000 rupeesന് ഈ ഒരു സ്മാർട്ട് ഫോൺ നോക്കാവുന്നതാണ്. പിന്നെ റീസെന്റ് ഇറങ്ങിയ നമ്മുടെ റിയൽമിയുടെ P2 Pro ഒരു നല്ല ചോയ്സാണ്. അപ്പോൾ അത്രയുള്ള വീഡിയോ ഇതൊക്കെയാണ് 20,000 rupeesന് താഴെ വാങ്ങാവുന്ന 5 ബെസ്റ്റ് സ്മാർട്ട് ഫോൺസ് ഇൻ മൈ ഒപ്പീനിയൻ. അപ്പോൾ വീഡിയോ ഇഷ്ടപ്പെട്ടെങ്കിൽ ലൈക്ക് ചെയ്യുക. ഇതുപോലത്തെ ടെക് വീഡിയോസിനായിട്ട് ചാനൽ മറക്കാതെ സബ്സ്ക്രൈബ് ചെയ്ത് വയ്ക്കുക. ഇനി അങ്ങനത്തെ വീഡിയോസാണ് വേണ്ടതെന്നുള്ളത് കമൻറ്റ് ചെയ്യുക. അപ്പോൾ അത്രയുള്ളൂ. ഇതുപോലെ മറ്റൊരു വീഡിയോയിൽ കാണും വരെ ബൈ.